ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്ത് വിപ്ലവം സൃഷ്ടിക്കുകയും ലക്ഷക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്ത ഒരു പേരാണ് സൊമാറ്റോ. ഒരു സാധാരണ റെസ്റ്റോറന്റ് ലിസ്റ്റിംഗ് വെബ്സൈറ്റിൽ നിന്ന് ആരംഭിച്ച് ഇന്ന് ഭക്ഷണ വിതരണം, പലചരക്ക് വിതരണം, റെസ്റ്റോറന്റുകളിലേക്കുള്ള അസംസ്കൃത വസ്തുക്കളുടെ വിതരണം തുടങ്ങി നിരവധി മേഖലകളിൽ സജീവമായ ഒരു വലിയ സാമ്രാജ്യമായി സൊമാറ്റോ വളർന്നിരിക്കുന്നു. ദീപിന്ദർ ഗോയൽ, പങ്കജ് ചദ്ദ എന്നിവരുടെ നേതൃത്വത്തിൽ പിറന്ന ഈ സംരംഭത്തിന്റെ ചരിത്രവും അത് നേരിടുന്ന വെല്ലുവിളികളും നമ്മൾക്ക് നോക്കാം. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. സൊമാറ്റോയുടെ കഥ ആരംഭിക്കുന്നത് 2008-ലാണ്. ബെയിൻ ആൻഡ് കമ്പനി എന്ന കൺസൾട്ടിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന ദീപിന്ദർ ഗോയൽ, പങ്കജ് ചദ്ദ എന്നിവരാണ് ഇതിനു പിന്നിൽ. അവരുടെ ഓഫീസിലെ സഹപ്രവർത്തകർ ഉച്ചഭക്ഷണത്തിന് ഓർഡർ ചെയ്യാനായി റെസ്റ്റോറന്റുകളുടെ പേപ്പർ മെനുകൾ മറിച്ചു നോക്കി സമയം കളയുന്നത് ദീപിന്ദർ ശ്രദ്ധിച്ചു. ഈ പ്രക്രിയ ലളിതമാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെയാണ് റെസ്റ്റോറന്റ് മെനുകൾ ഡിജിറ്റലൈസ് ചെയ്യുക എന്ന ആശയം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. തുടക്കത്തിൽ അവർ ഡൽഹിയിലെ 1200 റെസ്റ്റോറന്റുകളുടെ മെനുകൾ ശേഖരിച്ച് അവ സ്കാൻ ചെയ്ത് ഫുഡി ബേ എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. ഇത് ഒരു വലിയ വിജയമായിരുന്നു. ഓഫീസിലെ എല്ലാവർക്കും ഇത് വളരെ പ്രയോജനകരമായി തോന്നി. സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ കണ്ടെത്തിയ ഈ ആശയം വലിയൊരു ബിസിനസ് സാധ്യതയാണെന്ന് അവർക്ക് മനസ്സിലായി. 2009 നവംബറിൽ ദീപിന്ദറും പങ്കജും അവരുടെ ജോലികൾ ഉപേക്ഷിച്ച് ഫുഡി ബേയിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു. 2010 ജനുവരി 18 അവർ DC ഫുഡി ബേ ഓൺലൈൻ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനി ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്തു. എന്നാൽ വെബ്സൈറ്റിന്റെ പേര് ഒരു പ്രശ്നമായി തോന്നി. eBay എന്ന കമ്പനിയുമായി പേരിന് സാമ്യമുള്ളതുകൊണ്ട് നിയമപരമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത അവർ മുന്നിൽ കണ്ടു. കൂടാതെ ഭാവിയിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കപ്പുറം മറ്റ് മേഖലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക് തോന്നി. അങ്ങനെ 2010 നവംബറിൽ foodibay.com എന്നത് zomato.com എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. ഈ പേരുമാറ്റം സൊമാറ്റോയുടെ വളർച്ചയിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. പേരുമാറ്റത്തിന് ശേഷം സൊമാറ്റോയുടെ വളർച്ച അതിവേഗമായിരുന്നു. 2011 ഡൽഹി NCR കൂടാതെ മുംബൈ, ബംഗളൂരു, ചെന്നൈ, പൂനെ, അഹമ്മദാബാദ്, ഹൈദരാബാദ് എന്നിവിടങ്ങളിലേക്ക് അവർ തങ്ങളുടെ സേവനം വ്യാപിപ്പിച്ചു. മൊബൈൽ ആപ്ലിക്കേഷന്റെ വരവോടെ സൊമാറ്റോ കൂടുതൽ ജനകീയമായി. ഉപഭോക്താക്കൾക്ക് തങ്ങൾക്ക് താല്പര്യമുള്ള ഭക്ഷണം ലളിതമായി കണ്ടെത്താനും റെസ്റ്റോറന്റുകളുടെ വിവരങ്ങളും മെനുവും റിവ്യൂകളും ചിത്രങ്ങളും പരിശോധിക്കാനും സാധിച്ചത് വലിയൊരു മാറ്റമായിരുന്നു. ഇന്ത്യയിലെ വിജയത്തിന് ശേഷം സൊമാറ്റോ ലോകമെമ്പാടും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങി. 2012 UAE, ശ്രീലങ്ക, ഖത്തർ, UK, ഫിലിപ്പീൻസ്, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് അവർ തങ്ങളുടെ പ്രവർത്തനം വികസിപ്പിച്ചു. 2013 ന്യൂസിലാൻഡ്, ടർക്കി, ബ്രസീൽ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലും സൊമാറ്റോ എത്തി. 2014 ചിലിയിലും പോർച്ചുഗലിലും 2015 കാനഡ, ലെബനൻ, അയർലൻഡ് എന്നിവിടങ്ങളിലും സൊമാറ്റോ തങ്ങളുടെ സേവനങ്ങൾ ആരംഭിച്ചു. 2015 ജനുവരിയിൽ സിയാറ്റിൽ ആസ്ഥാനമായുള്ള റെസ്റ്റോറന്റ് ഡിസ്കവറി പോർട്ടലായ അർബൻ സ്പൂണിനെ ഏറ്റെടുത്തതോടെ അമേരിക്കയിലേക്കും ഓസ്ട്രേലിയയിലേക്കും സൊമാറ്റോയ്ക്ക് പ്രവേശനം ലഭിച്ചു. റെസ്റ്റോറന്റ് ലിസ്റ്റിംഗ് സേവനങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഭക്ഷണ വിതരണ രംഗത്തേക്ക് കടന്നത് സൊമാറ്റോയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ തീരുമാനമായിരുന്നു. 2015 മാർച്ചിൽ ഇന്ത്യയിൽ സൊമാറ്റോ തങ്ങളുടെ ഭക്ഷണ വിതരണ സേവനം ആരംഭിച്ചു. തുടക്കത്തിൽ ഡെലിവറിക്ക് സ്വന്തമായി സംവിധാനങ്ങളില്ലാത്ത റെസ്റ്റോറന്റുകൾക്കായി ഡെലിവറി, ഗ്രാബ്, റണ്ണർ തുടങ്ങിയ ലോജിസ്റ്റിക്സ് കമ്പനികളുമായി സഹകരിച്ചാണ് അവർ പ്രവർത്തിച്ചത്. എന്നാൽ 2017 റണ്ണറിനെ ഏറ്റെടുത്തതോടെ സൊമാറ്റോയ്ക്ക് സ്വന്തമായി ഡെലിവറി സംവിധാനം കെട്ടിപ്പടുക്കാൻ സാധിച്ചു. ഈ കാലഘട്ടത്തിൽ സൊമാറ്റോയുടെ ബിസിനസ് മോഡൽ കൂടുതൽ വികസിച്ചു. റെസ്റ്റോറന്റുകളിൽ നിന്ന് ഓരോ ഓർഡറിനും ഒരു നിശ്ചിത കമ്മീഷൻ ഈടാക്കുന്ന രീതിയാണ് സൊമാറ്റോ പ്രധാനമായും പിന്തുടർന്നത്. കൂടാതെ റെസ്റ്റോറന്റുകൾക്ക് അവരുടെ പരസ്യങ്ങൾ നൽകുന്നതിനും സെർച്ച് റിസൾട്ടുകളിൽ മുൻഗണന നേടുന്നതിനും സൊമാറ്റോ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാനുള്ള അവസരം നൽകി. 2016 ജനുവരിയിൽ ആപ്ലിക്കേഷനിൽ സൊമാറ്റോ ടേബിൾ റിസർവേഷൻ സൗകര്യം ആരംഭിച്ചു. 2020 ജനുവരിയിൽ ഊബർ ഈറ്റ്സിന്റെ ഇന്ത്യൻ ബിസിനസ് സൊമാറ്റോ ഏറ്റെടുത്തു. ഇത് സൊമാറ്റോയ്ക്ക് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ആധിപത്യം നേടാൻ സഹായിച്ചു. ഊബർ ഈറ്റ്സ് ഉപയോക്താക്കളെയും റെസ്റ്റോറന്റുകളെയും ഡെലിവറി പാർട്ട്നേഴ്സിനെയും സൊമാറ്റോയിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത്. COVID-19 മഹാമാരിയുടെ സമയത്ത് ഓൺലൈൻ ഭക്ഷണ വിതരണത്തിനുള്ള ആവശ്യം കുതിച്ചുയർന്നത് സൊമാറ്റോയ്ക്ക് വലിയ നേട്ടമായി. ഈ സമയത്ത് സൊമാറ്റോ മാർക്കറ്റ് എന്ന പേരിൽ 80-ലധികം ഇന്ത്യൻ നഗരങ്ങളിൽ പലചരക്ക് സാധനങ്ങളും അവശ്യ വസ്തുക്കളും വിതരണം ചെയ്യാനും തുടങ്ങി. 2020 ഏപ്രിലിൽ പാർട്ട്ണർ റെസ്റ്റോറന്റുകളിൽ കോൺടാക്ട്ലെസ് ഡൈനിങ് സൗകര്യം അവതരിപ്പിച്ചു. സൊമാറ്റോ ഗോൾഡ്, സൊമാറ്റോ പ്രോ പോലുള്ള സബ്സ്ക്രിപ്ഷൻ മോഡലുകൾ അവതരിപ്പിച്ചതും സൊമാറ്റോയുടെ വിജയത്തിന് കാരണമായി. ഈ മോഡലുകൾ വഴി ഉപഭോക്താക്കൾക്ക് സൗജന്യ ഡെലിവറി, ഡൈനിങ് ഡിസ്കൗണ്ടുകൾ തുടങ്ങിയ ആനുകൂല്യങ്ങൾ ലഭിച്ചു. സൊമാറ്റോ ഭക്ഷണ വിതരണത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല.
ഹൈപ്പർ പ്യുവർ എന്ന പേരിൽ സൊമാറ്റോ റെസ്റ്റോറന്റുകളിലേക്ക് അസംസ്കൃത വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ബിസിനസ് ആരംഭിച്ചു. കർഷകരുമായി നേരിട്ട് സഹകരിച്ച് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ റെസ്റ്റോറന്റുകളിൽ എത്തിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും സപ്ലൈ ചെയിൻ കാര്യക്ഷമമാക്കുന്നതിനും സഹായിക്കുന്നു. 2022 സൊമാറ്റോ ക്വിക്ക് കൊമേഴ്സ് കമ്പനിയായ ബ്ലിങ്കിറ്റിനെ ഏറ്റെടുത്തു. ഇത് പലചരക്ക് മറ്റ് അവശ്യ സാധനങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ വീടുകളിൽ എത്തിക്കുന്ന ഒരു സേവനമാണ്. ഈ ഏറ്റെടുക്കൽ സൊമാറ്റോയുടെ ബിസിനസ് വൈവിധ്യവൽക്കരണത്തിൽ ഒരു വലിയ ചുവടുവെപ്പായിരുന്നു. ബ്ലിങ്കിറ്റ് ഇപ്പോൾ ആംബുലൻസ് സേവനങ്ങൾ പോലുള്ള പുതിയ സംരംഭങ്ങളിലേക്കും കടക്കുന്നുണ്ട്. അടുത്തിടെ സൊമാറ്റോ പേടിഎമ്മിന്റെ ഇവന്റ് സിനിമ ടിക്കറ്റിംഗ് ബിസിനസ്സുകൾ ഏറ്റെടുത്തു. ഇത് സൊമാറ്റോയെ ഒരു സമഗ്ര ലൈഫ് സ്റ്റൈൽ പ്ലാറ്റ്ഫോമാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. സൊമാറ്റോയുടെ മാതൃ കമ്പനിയുടെ പേര് എറ്റേണൽ ലിമിറ്റഡ് എന്ന് മാറ്റാൻ അടുത്തിടെ ബോർഡ് അംഗീകാരം നൽകിയിരുന്നു. ബ്ലിങ്കിറ്റ് ഏറ്റെടുത്തപ്പോൾ കമ്പനിയെയും ബ്രാൻഡിനെയും ആപ്പിനെയും ഇന്റേണലി വേർതിരിച്ചറിയാൻ എറ്റേണൽ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് ദീപിന്ദർ ഗോയൽ പറഞ്ഞിരുന്നു. ഭക്ഷണ വിതരണത്തിനപ്പുറം കമ്പനി വികസിക്കുമ്പോൾ ഈ തീരുമാനം കമ്പനിക്ക് ഒരു പുതിയ അധ്യായം അടയാളപ്പെടുത്തുന്നു. എറ്റേണൽ ലിമിറ്റഡ് എന്നതിന് കീഴിൽ സൊമാറ്റോ, ബ്ലിങ്കിറ്റ്, ഡിസ്ട്രിക്ട്, ഹൈപ്പർ പ്യുവർ എന്നിവ പ്രവർത്തിക്കും. സൊമാറ്റോയുടെ വളർച്ച അതിശയകരമാണെങ്കിലും അത് നിരവധി വെല്ലുവിളികളും നേരിടുന്നുണ്ട്. സൊമാറ്റോയ്ക്ക് സ്വിഗ്ഗി ഏറ്റെടുക്കുന്നതിന് മുൻപ് ഊബർ ഈറ്റ്സ്, മറ്റ് പ്രാദേശിക പ്ലെയറുകൾ എന്നിവരിൽ നിന്ന് കടുത്ത മത്സരം നേരിടുന്നു. ഈ മത്സരത്തെ അതിജീവിക്കാൻ നിരന്തരം പുതിയ ഓഫറുകളും ഫീച്ചറുകളും അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇത് ലാഭകരമായ പ്രവർത്തനത്തെ ബാധിക്കാറുണ്ട്. ഒരു വലിയ ഉപഭോക്തൃ അടിത്തറയും വിപണി വിഹിതവും ഉണ്ടായിരുന്നിട്ടും ഡെലിവറി ചെലവുകൾ, മാർക്കറ്റിംഗ്, ഡിസ്കൗണ്ടുകൾ എന്നിവയുടെ ഉയർന്ന ചിലവ് സൊമാറ്റോയുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിച്ചിരുന്നു. ഉപഭോക്താക്കളെ ആകർഷിക്കാനും നിലനിർത്താനും സൊമാറ്റോ സബ്സിഡികളെയും പ്രമോഷനുകളെയും അമിതമായി ആശ്രയിക്കുന്നു. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ സുസ്ഥിരമായ ലാഭം ഉണ്ടാക്കുന്നതിന് തടസ്സമാണ്. അടുത്തിടെ സൊമാറ്റോ ലാഭത്തിലേക്ക് കടന്നുവെങ്കിലും ഈ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഭക്ഷണ വിതരണ കമ്പനി എന്ന നിലയിൽ ഡെലിവറി കാലതാമസം, ഭക്ഷണത്തിന്റെ ഗുണനിലവാരം, ലോജിസ്റ്റിക്സ് കാര്യക്ഷമതയില്ലായ്മ തുടങ്ങിയ നിരവധി ഓപ്പറേഷണൽ ചലഞ്ചസ് സൊമാറ്റോ നേരിടുന്നു. തേർഡ് പാർട്ടി ഡെലിവറി പാർട്ട്നേഴ്സിനെയും റെസ്റ്റോറന്റ് പാർട്ട്നേഴ്സിനെയും ആശ്രയിക്കുന്നത് സ്ഥിരമായ സേവന നിലവാരം നിലനിർത്തുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. തെറ്റായ ഓർഡറുകൾ, ഡെലിവറിയിലെ കാലതാമസം എന്നിവ കസ്റ്റമർ ഡിസാറ്റിസ്ഫാക്ഷനിലേക്കും നെഗറ്റീവ് അഭിപ്രായങ്ങളിലേക്കും നയിക്കും. കുറഞ്ഞ വേതനം, ദീർഘനേരത്തെ ജോലി, സുരക്ഷാ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങളെ ചൊല്ലി ഡെലിവറി പാർട്ട്നേഴ്സ് പലപ്പോഴും പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. വലിയൊരു തൊഴിലാളി സമൂഹത്തെ കൈകാര്യം ചെയ്യുകയും അവരുടെ സംതൃപ്തി ഉറപ്പാക്കുകയും ചെയ്യുക എന്നത് സൊമാറ്റോയ്ക്ക് ഒരു വലിയ വെല്ലുവിളിയാണ്. ഉയർന്ന ജീവനക്കാരുടെ കൊഴിഞ്ഞുപോക്കും പരിശീലന ചെലവുകളും സേവന തടസ്സങ്ങളും ഇതിന്റെ ഭാഗമായി ഉണ്ടാകാറുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമങ്ങൾ, തൊഴിൽ നിയമങ്ങൾ, ലൈസൻസിംഗ് ആവശ്യകതകൾ തുടങ്ങിയ വിവിധ നിയന്ത്രണങ്ങൾക്ക് സൊമാറ്റോ വിധേയമാണ്. നിയമത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും നിയമപരമായ അനുമതികൾ കൃത്യമായി പാലിക്കുകയും ചെയ്യേണ്ടത് സൊമാറ്റോയ്ക്ക് ഒരു വെല്ലുവിളിയാണ്. ദൂരം കൂടുന്നതിനനുസരിച്ച് ഡെലിവറി ഫീസ് വർദ്ധിപ്പിക്കുന്നത് പോലുള്ള തീരുമാനങ്ങൾ ഉപഭോക്താക്കളുടെ എതിർപ്പിന് കാരണമാകാറുണ്ട്. ഉപഭോക്താക്കളുടെ താൽപ്പര്യങ്ങൾ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. ആരോഗ്യകരമായ ഭക്ഷണത്തോടുള്ള താൽപ്പര്യം, പ്രാദേശിക ഭക്ഷണശാലകൾക്ക് പ്രാധാന്യം നൽകൽ തുടങ്ങിയ മാറ്റങ്ങൾ സൊമാറ്റോയ്ക്ക് അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അമിതമായ ഡിസ്കൗണ്ടുകളോടുള്ള ഉപഭോക്താക്കളുടെ ആശ്രയം കുറച്ചുകൊണ്ട് മികച്ച സേവനത്തിലൂടെ മാത്രം ഉപഭോക്താക്കളെ നിലനിർത്താൻ സൊമാറ്റോയ്ക്ക് കഴിയണം. ഉപഭോക്താക്കളുടെയും റെസ്റ്റോറന്റുകളുടെയും ഡാറ്റ വലിയ അളവിൽ കൈകാര്യം ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ സൈബർ സുരക്ഷാ ഭീഷണികൾ സൊമാറ്റോയ്ക്ക് ഒരു പ്രധാന വെല്ലുവിളിയാണ്. ഡാറ്റ ചോർച്ചയോ സൈബർ ആക്രമണങ്ങളോ കമ്പനിയുടെ പ്രതിച്ഛായയെയും ഉപഭോക്തൃ വിശ്വാസത്തെയും സാരമായി ബാധിക്കും. ഈ വെല്ലുവിളികൾക്കിടയിലും സൊമാറ്റോ തങ്ങളുടെ ബിസിനസ് മോഡൽ വികസിപ്പിക്കുകയും സാങ്കേതിക വിദ്യയിൽ നിക്ഷേപം നടത്തുകയും ചെയ്യുന്നു. ക്വിക്ക് കൊമേഴ്സ്, അസംസ്കൃത വസ്തുക്കളുടെ വിതരണം, ടിക്കറ്റിംഗ് സേവനങ്ങൾ എന്നിവയിലേക്കുള്ള കടന്നുവരവ് കമ്പനിയുടെ വരുമാനം വർദ്ധിപ്പിക്കാനും വിവിധ മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുസ്ഥിരമായ വളർച്ചയ്ക്ക് ഉപഭോക്തൃ സംതൃപ്തി, ഡെലിവറി പങ്കാളികളുടെ ക്ഷേമം, പ്രവർത്തനക്ഷമത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സൊമാറ്റോയ്ക്ക് നിർണായകമായിരിക്കും. ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലോകത്ത് സൊമാറ്റോ ഒരു വലിയ വിജയഗാഥയാണ്. അതിന്റെ ഭാവി പ്രവർത്തനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കാം. ഈ വീഡിയോ എവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.